പോലും ഇന്ന് AC ഫിറ്റ് ചെയ്ത പള്ളികളാണ് നമ്മുടെ നാട്ടിൽ വരാൻ പോണേ. അപ്പൊ ജുമായിക്കൊക്കെ എത്ര വലിയ ഖതീബുമാര് ഗുരുവോടൊക്കെ വന്നിരുന്ന് പ്രസംഗിച്ചാൽ എവിടെ പോ AC പള്ളി ബസ്സിൽ നോക്കാം. നമ്മൾ AC പള്ളിയിലേക്ക് പോകും. ആ AC ഫിറ്റ് ചെയ്യാൻ പോണ പള്ളികളാണ് ഇനി വരാൻ പോണ പള്ളികൾ. നമ്മൾ ആലോചിക്കണം, എന്തെല്ലാം സംവിധാനങ്ങൾ. എവിടെയും ഭൗതികതയുടെ സുഖം നമുക്ക് മാറ്റിവെക്കാൻ പറ്റാതെ വന്നിരിക്കുക. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ സുഖം നിങ്ങൾക്ക് ലഭിക്കട്ടെ, നഷ്ടപ്പെടട്ടെ, നിങ്ങൾ സന്തോഷിക്കട്ടെ, ദുഃഖിക്കട്ടെ. ഈ പ്രവാചകർ പറഞ്ഞ ഈ സുന്ദരമായ ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങളെ തിരഞ്ഞെടുത്താൽ എന്റെ പ്രിയമുള്ളവര്, ആരുമില്ലാതെ ആരുടെ മണ്ണിന്റെ അകത്തളത്തിലേക്ക് നമ്മുടെ കുടുംബക്കാർ വന്നുപോയി മണ്ണുമാറിയിട്ടിട്ട് പിരിഞ്ഞു പോകുമ്പോ തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ പച്ച മണ്ണിന്റെ അകത്തളത്ത് കിടന്ന് മുമ്പരം അനുഭവിക്കുമ്പോ അവിടെ നിനക്ക് രക്ഷയുടെ കവാടങ്ങൾ തുറന്നു തരാ ഈ മാർഗങ്ങൾ ഉപകരിക്കും മുസ്ലിമേ. അതുകൊണ്ട് തിരഞ്ഞെടുത്തോ. ഒന്നാമതായിട്ട് ലോകത്തിന്റെ നായകൻ പറയുന്നതെന്താ? നിങ്ങൾ എന്ത് സംസാരിച്ചാലും സത്യം മാത്രം പറയുക. പോയി സൂറ ഒന്നാമത്തത് തന്നെ പോയി. ഇനി ബാക്കി 5 പറയേണ്ട സാറേ മതി. അസ്സലാമു അലൈക്കും. ഒന്നാമത്തത് തന്നെ പോയി. നാക്കെടുത്താൽ സത്യമേ പറയാവൂ. നമ്മൾ എങ്ങനെയാണോ പറയണേ? നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും നേർക്ക് നേര് നിന്ന് സത്യം പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ചിലരോട് പറയും, നിനക്കറിയാലോ നിന്റെ അടുത്ത് ഞാൻ കള്ളം പറയില്ല. നിന്റെ അടുത്ത് ആരെടുത്ത് പറഞ്ഞാലും അള്ളാണമ്മ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയില്ല. ഞാൻ കുടിച്ചിട്ടില്ല മത ഫൂ. പുതിയ കള്ളുണ്ട്, ഊതിയ മണക്കാത്തത്. അതൊക്കെ ഇറങ്ങി പോലീസുകാർ ഊതറ എന്ന് പറഞ്ഞ് അങ്ങനെ പുതിയതാമാർ ഇറക്കി. ഇപ്പൊ വെറുതെ ഊതിക്കൊണ്ട് നിൽക്കത്തേ ഉള്ളൂ, കത്തൂല ലൈറ്റ്. അപ്പോ നിങ്ങളോട് ആരോട് പറഞ്ഞാൽ, ചില ആൾക്കാർ ഒന്നിട്ട് പറയില്ലേ, ഇല്ലാസു സാറേ ആരോട് കള്ളം പറഞ്ഞാലും അല്ലണം നിങ്ങളോട് പറയില്ല. ഇതായിരിക്കും ഏറ്റവും വലിയ കള്ളം. നമ്മൾ എങ്ങനെയാണ്? നമ്മൾ കള്ളമാണ് പറയുന്നതെങ്കിൽ അതിനു മുമ്പേ നമ്മൾ പറയും, ഞാൻ കള്ളം പറയുന്ന എനിക്ക് തോന്നുന്നുണ്ട എന്ന് ചോദിച്ചിട്ട് പറയും. അത് കള്ളം പറഞ്ഞ് വരാനുള്ള ഒരു വഴിയാണ്. അപ്പൊ ഈ കള്ളം പറയുക എന്നുള്ളത് ഇബ്ലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ ലോകത്തേക്ക് കളഞ്ഞു കിട്ടിയ ഒരു ദുർഗുണമാണ്. അത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് കിട്ടൂല. ഇത് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം തടയുന്ന കാര്യമാണ് പറയുന്നത്. ബാങ്കിന്റെ ലോൺ കുടുങ്ങിപ്പോണ വിഷയം പറഞ്ഞതല്ല, പച്ച ഗൾഫീന്ന് വരാൻ തടസ്സമാകുന്ന കാര്യങ്ങൾ പറഞ്ഞതല്ല. അതാണെങ്കിൽ പിന്നെ നമുക്ക് സമാധാനമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ആരോരുമില്ലാതെ എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുക്കള് സന്തൂക്കിൽ ചുമന്നുകൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് നമ്മളെ കൊണ്ടുപോയി അടക്കുമ്പോ ആരോരുമില്ലാതെ കിടക്കുന്ന കബറിന്റെ അകത്തളത്തില് സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വർഗത്തിന്റെ നിലാവിന്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് കിടക്കാൻ തടസ്സമാകുന്ന ഒന്നാമത്തെ കുഴപ്പമെന്താ? അത് കളവ് പറയലാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്തു പറഞ്ഞാലും സത്യം മാത്രമേ പറയാവൂ. ഇന്ന് നമ്മുടെ വീടിന്റെ അകത്തിരിക്കുന്ന റേഡിയോ ഓണാക്കിയാൽ രാവിലെ കേൾക്കാം നുണ പറയൽ മത്സരം. കിടിലം ഫിറോസും റിജാസും. നുണ പറയൽ മത്സരം. നമ്മുടെ സഹോദരിമാരൊക്കെ മൊബൈലിൽ വിളിച്ചിട്ട് നുണ പറഞ്ഞു മത്സരിക്കുകയാണ്. ഞാൻ കുരിയോടിന് ഐശത്താണ്, ഞാൻ നുണ പറയാൻ വിളിച്ചതാ. ഇവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞു തീർന്ന് ഇനി ആകാശവാണിയിൽ വിളിച്ചു പറയാൻ. നമ്മൾ ആലോചിക്കണം, ഇബ്ലീസ് എവിടം വരെ വിജയിച്ചു എന്ന് ചിന്തിച്ചു നോക്കി. നുണ പറയൽ മത്സരം. അതുപോലെ ചില ആൾക്കാരുടെ സംസാരം ശ്രദ്ധിക്കൂല, എപ്പോഴും ഇങ്ങനെ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ സംസാരിക്കുന്നവർക്ക് തഖ്വ ഉണ്ടാകൂല. തെളിവുണ്ട് ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. അല്ലയോ വിശ്വസികളെ, അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്യുക. പറഞ്ഞ ഉടനെ അല്ലാഹു പറയാൻ വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ ആവുക. കാരണം കള്ളം പറയുന്നവർക്ക് തഖ്വ ഉണ്ടാകൂല. ദാടിയും രൂപവും കോലമൊക്കെ കണ്ടാൽ വലിയ മൂമയാണെന്ന് തോന്നും, പക്ഷേ ഉള്ളു മൊത്തം പ്രശ്നമായിരിക്കും. അതുകൊണ്ട് മുത്തഖീങ്ങളാകണമെങ്കിൽ വകൂനൂ മഅസ്സാദിഖീൻ, സ്വാദിഖീങ്ങളുടെ കൂടെ ആണെങ്കിൽ പിന്നെ തഖ്വയ്ക്ക് പ്രോബ്ലം വരൂല.
ആ തഖ്വ കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇതേപോലെ ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് എല്ലാ വെള്ളിയാഴ്ചയും ഇല്യാസ് ഉസ്താദ് മിമ്പറിൽ നിന്നുകൊണ്ട് ഖുത്ബയോടുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്, യാ അയ്യുഹല്ലദീന ആമനത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്യുക. വഖൂലൂ ഖൗലൻ സദീദ. ഖൗലൻ സദീദ എന്ന് പറഞ്ഞാൽ നേരായ വാക്ക്, ശരിയായ വാക്ക് മാത്രം നിങ്ങൾ പറയുക. മോശമായത് ആരെയും പറഞ്ഞ് പിന്നിപ്പിലുണ്ടാക്കാൻ നിങ്ങൾ നടക്കരുത്. നമ്മുടെ നാട്ടിൽ കല്യാണം മുടക്കാൻ വേണ്ടി മാത്രം ചില പാർട്ടികളുണ്ട്. മരണ വീട്ടിൽ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചില പാർട്ടികളുണ്ട്. എന്നിട്ടോ രോഗികളെ കാണാൻ പോയിട്ട് പറയും, ഇതേപോലെ ഒരു അസുഖം വന്നാണ് നമ്മുടെ വീട്ടിൽ അപ്പുറത്തെ അസുരാരൊക്കെ അറ്റാക്ക് വന്ന് മരിച്ചുപോയത്. ഇത് പറയുമ്പോ ചെറിയ പനി പിടിച്ച് കിടക്കണവന് അപ്പോൾ തോന്നും ഇത് പകർച്ചപ്പനി ആയിരിക്കും, മിക്കവാറും എന്റെ കാര്യം പോക്കാം, എന്നെ കാണുന്നവർക്ക് മരിക്കുമെന്നാ പറയണം. അതുകൊണ്ട് ഇനി ഒരുപാട് നീളം പോലെ വെള്ളം പുഴവടെ പറക്കി തന്നെ വെള്ളം കുടിച്ചാൽ കിടന്നേക്കാം. ചിലര് ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണാൻ പോയി ഇതാ പറയാം. അപ്പോ സംസാരത്തിന് ചില നിയന്ത്രണങ്ങൾ വേണം. കല്ലിമിന്നാസ അലാ ഖദ്രി വഖൂലിഹിം. ജനങ്ങളുടെ ബുദ്ധിക്കനുസരിച്ചാണ് അവരോട് സംസാരിക്കേണ്ടത്. ഇപ്പൊ കുരിയോട് ഇത്രയും ആൾക്കാരെ വിളിച്ച് പന്തലിരുത്തിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് അങ്ങോട്ട് വന്നിട്ട് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തൊരു പ്രസംഗം നിങ്ങളുടെ അടുത്ത് ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു ബാക്കിയൊരു പ്രസംഗം? തകർത്തില്ലേ? എന്തുവായിരുന്നു? എന്ത് പറഞ്ഞു ഉസ്താദ് അവസാനം പറഞ്ഞ ചാത്താഹു. ചാത്താഹു മാത്രമേ തിരിയുള്ളൂ. ചാത്താഹു എന്ന് മാത്രമേ നിങ്ങൾക്ക് തിരിഞ്ഞോളൂ. മൊത്തത്തിൽ അഭിപ്രായം എന്താണ്? വളരെ ഫാസ്റ്റ് പ്രസംഗമായിരുന്നു. പക്ഷെ എന്ത് മനസ്സിലായെന്ന് ചോദിച്ചാൽ അല്ലാഹു അഅലം എന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ മാറ്റണം. ജനങ്ങൾക്ക് അവരോട് യോജിച്ച നിലയിൽ സംസാരിക്കണം. ചില ആൾക്കാർ ഗൾഫിൽ നിന്ന് വന്നാൽ പിന്നെ നേരെ ചെല്ലുന്ന പള്ളിയിലെ മൂലാരെടുത്ത അസ്സലാമു അലൈക്കും അത് പറയാം, എന്റെ പൊന്നാര മക്കളെ ഞാൻ കുറെ നാൾ കിതാബൊക്കെ ഓതിയതാ, പക്ഷെ ഇംഗ്ലീഷ് എന്നുള്ള പകുതി എനിക്ക് പറ്റൂല, എനിക്ക് ഫുള്ള് അറിയാവും. ഫാല അങ്ങോട്ട് സർഭാഗ്യമൊക്കെ അവൻ ലീവ് തീരുന്നതിന് മുമ്പ് സൗദി അറേബ്യയിലെത്തി. അപ്പൊ അതുകൊണ്ട് അറബ് പഠിപ്പിക്കാനായിട്ട് ഒരുപാട് മൈലാകുമാരടുത്തോട്ട് ആരും വരണ്ട. ചില ഗൾഫുകാർക്ക് അങ്ങനെ ഒരാൾ ഗൾഫിൽ പോയിട്ട് പറഞ്ഞതാ, ഗൾഫിൽ മൊത്തം അറബിയാണ് സാറേ, ബാങ്ക് മാത്രം മലയാളത്തിലെന്ന്. കാരണം അത് ഇവിടെ വിളിക്കണമല്ലോ, അവിടെ ഞാൻ വിചാരിച്ചത് മലയാളം എന്നാ. ഇത്ര ഓർമ്മേ ഉള്ളൂ. അപ്പോ നമ്മൾ ജനങ്ങളോട് സംസാരിക്കുമ്പോ ആ സംസാരത്തിനൊരു നിയന്ത്രണം വേണം. അവര് മനസ്സിലാക്കുന്ന രീതിയിലും രൂപത്തിലും അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിനിടയിൽ മറ്റുള്ളവർക്ക് നൊമ്പരപ്പെടുത്തുന്ന സംഭാഷണം വന്നാൽ നിന്റെ സ്വർഗം നിനക്ക് തടസ്സമാണ് മോനെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എത്രയോ സഹോദരങ്ങളുടെ കല്യാണം മുടക്കി, എത്രയോ കുടുംബത്തിൽ വന്ന നല്ല ആലോചനകൾ നിങ്ങളായിട്ട് മുടക്കിക്കളഞ്ഞു. എത്രയോ കുടുംബ കലഹം നമ്മൾ കാരണം, നമ്മുടെ നാവ് കാരണമായിട്ടുണ്ടാക്കി. അല്ലാഹു നമുക്ക് നമ്മുടെ നാവിനെ സംരക്ഷിക്കുവാനുള്ള തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാഹ് ഫഇന്ന കസറത്തൽ കലാം തൂജദു ഖസ്വത്തൽ ഖൽബി. അല്ലാഹുവിന്റെ ദിക്റല്ലാത്ത സംസാരം നിങ്ങൾ അധികരിപ്പിക്കരുത്. അല്ലാഹുവിന്റെ ദിക്റല്ലാത്ത സംസാരം നിങ്ങൾ അധികരിപ്പിക്കരുത്. അങ്ങനെ നിങ്ങൾ അധികരിപ്പിച്ചാൽ ഫഇന്ന കസറത്തൽ കലാം തൂജദു ഖസ്വത്തൽ ഖൽബ്, ഹൃദയ കാഠിന്യം ഉണ്ടാകുമെന്നാണ്. അവനിൽ മനുഷ്യത്വം ഉണ്ടാവൂല, അവൻ ചീത്ത വിളിക്കും, അവൻ വളരെ പെട്ടെന്ന് ചൂടാകും, അവന്റെ മനസ്സിൽ ഒരു നന്മയും ഉണ്ടാവൂല. ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞത്? അല്ലാഹുവിന്റെ ദിക്റല്ലാത്ത സംസാരം അധികരിപ്പിച്ചാൽ. ഇന്ന് റേഡിയോ ജോക്കികളാകാൻ നമ്മുടെ പെൺകുട്ടികൾ കാത്തിരിക്കണം. റേഡിയോ ജോക്കിയാകാൻ, TV അവതാരകയാകാൻ, റിയാലിറ്റി ഷോകളിൽ ചാനും ചരിഞ്ഞും ഒന്നര ഉടുപ്പും ധരിച്ചുകൊണ്ട് ജനലക്ഷങ്ങളുടെ ഹരമായി മാറാൻ സഹോദരിമാര് കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാവുണ്ടല്ലോ, നാവ് അപകടം ചെയ്യും. ഒരുപാട് പേരെ കൊടുക്കിയിട്ടുണ്ട്. ഈ നാവ് ഒരുപാട് പേരെ കൊടുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നാവ് കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ദൂഷ്യമായ കളവ് പറയൽ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാലല്ലാതെ സ്വർഗം കണ്ടു മരിക്കാൻ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞ് ശീലിക്കണം. നമ്മൾ മക്കളെപ്പോലും നമ്മൾ സത്യശീലന്മാരാക്കി മാറ്റണം. പേര് സത്യശീലൻ എന്നും ഇട്ടതുകൊണ്ട് കാര്യമല്ല.
പിന്നെ സത്യം ശീലിച്ച് നമ്മുടെ മക്കൾ വളരണം. നമ്മുടെ മക്കളെ പോലും ഇന്ന് ഉമ്മവാപ്പമാര് കളവ് പറയാൻ ശീലിപ്പിക്കുകയല്ലേ. മദ്രസയിൽ ആകെ കൂടി അരമണിക്കൂറും 1 മണിക്കൂറൊക്കെയാണ് കിട്ടുക, വരൂല. സ്കൂളിൽ ലീവ് കിട്ടിയ ദിവസം നോക്കിയിട്ട് ഉമ്മായും ബാപ്പായുടെ മക്കളെ വിളിച്ചുകൊണ്ട് നേരെ വീഗാലാൻഡിൽ പോയി അവിടെ പോയി കറങ്ങി അടിച്ചു പൊളിച്ച് സുഖിച്ച് പിന്നീട് മദ്രസയിൽ പോവാൻ നേരത്താണ് ആലോചിക്കുന്നത് ഉമ്മച്ചി ഉസ്താദ് അടിക്കേ ഉള്ളൂ. ഉസ്താദ് അടിക്കത്തൊന്നുമില്ല, നമ്മൾ ഒരുപാട് ചോറും പൊരിച്ച മീനൊക്കെ കൊടുക്കണം, ഉസ്താദ് എന്റെ മക്കൾ അടിക്കുമെന്ന് പറഞ്ഞാൽ അതാരെങ്കിലും വിശ്വസിക്കോ? എന്നാലും ഇല്ല ഉസ്താദ്, എനിക്ക് ലെറ്റർ എഴുതി തരണം. ശരി, അങ്ങനെ ഉസ്താദിന് കൊടുക്കാൻ ഉമ്മച്ചി ലെറ്റർ എഴുതി കൊടുക്കാൻ എന്താണ് എഴുതുന്നത്? എന്റെ മോനും മോളും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ക്ലാസ്സിൽ ഹാജരാകാത്തത് 2 പേർക്കും വലിയ വയറ്റിളക്കവും പനിയായിരുന്നു. ഉമ്മച്ചിയുടെ ഒപ്പ് കൊണ്ടുപോയി മദ്രസയെ കൊണ്ട് ചെല്ലുന്ന ഉസ്താദ് വായിക്കുമ്പോ ഈ ആൺകുട്ടിയും പെൺകുട്ടിയും ചിന്തിക്കണം, അല്ലാഹുവേ നമ്മൾ ഒരുമിച്ച് വീഗാലാൻഡിൽ കിടന്ന് വെറങ്ങോടയിട്ട് കിടന്ന് ചാടിയിട്ട് ഇപ്പൊ ഉമ്മച്ചി എഴുതി കൊടുത്തിട്ട് നമുക്ക് വായിട്ടിളക്കോ? തീർന്നില്ലേ? ഈ മോളും പിന്നെ ഭാവിയിൽ ആകാശവാണിയാകുന്നതിൽ അത്ഭുതമൊന്നുമില്ല, ഒരത്ഭുതവുമില്ല. മാതാപിതാക്കളാണ് വഴി തെളിച്ചു കൊടുത്തത്. കളവ് പറയുന്ന നാവ് കൊണ്ട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറഞ്ഞു മരണപ്പെടാൻ കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് സ്വായത്തമാക്കിക്കോ.